താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതായി തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം. എത്ര നാള് വേണമെങ്കിലും. തന്റെ ഇഷ്ടം. എനിക്കിഷ്ടമല്ല. എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്. വേണ്ട, നമുക്ക് ടൗണിലൊരു വീടെടുത്ത് മാറിയാലോ? എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ? അതല്ല ശോഭേ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ. നമ്മൾ എങ്ങടും പോകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല, എനിക്കറിയാം. നീ തിരക്കിലാണോ? അല്ല. ശോഭയോ? അവൾക്കൊരു തലവേദന. ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ജലദോഷ. ഞാനൊരു ഗുളിക കൊടുത്തു, കുറവുണ്ട്. വെള്ളം പിടിക്കാഞ്ഞിട്ടാവും. കുറച്ചു ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. നീ ഒന്നും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടൻ എന്തോ. കുഞ്ഞമ്മാമ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു. നന്ദി വേണം. കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാ. സുധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഭാരം ഒഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ ഒന്ന് ശ്വാസം കഴിക്കാം. ആ, ആലോചിക്ക്. പക്ഷേ എന്തേലും കാൽ കാശില്ല. 2 കല്യാണം കഴിഞ്ഞപ്പോൾ നടുവൊടിഞ്ഞു. എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നുമില്ല. എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതറിയാം. എന്ന് വെച്ച് ഇനി ഇത് നീട്ടണത് ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ. അത് വേണ്ടായിരുന്നു. എനിക്കറിയാം, എന്നോടുള്ള വാശിയാ. വാശിയൊന്നും അല്ലടാ. നീ പെണ്ണും കിട്ടി ഇവിടെ ജീവിക്കുക. അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളൊരു പെൺകുട്ടിയല്ലേടാ, സഹിക്കണ്ടേ? എന്തു ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞ് മുഷിയണ്ട. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയ കൊള്ളാം. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം. അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല. ശരിയാണെങ്കിൽ എടുത്താൽ മതി. ശരിയാണ് മോനെ. ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല. ആലോചന എവിടെ നിന്നാ പറഞ്ഞേ? നല്ല കുടുംബക്കാരാ, വടക്കാഞ്ചേരിന്ന്. എന്ത് ചേരി ആയിക്കോട്ടെ. ഈ കല്ലുവെട്ടുകാരും ഒഴവുകാരും ഒന്നും വേണ്ട. എന്റെ സ്റ്റാറ്റസോടെ ഒന്ന് നോക്കണേ. അതും ഏട്ടൻ ആലോചിച്ചു. ഇനിയിപ്പോ ആരും രാഘവൻ നായരെ പേര് പറയില്ല. അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരെ വീട്, വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ. അതുകൊണ്ടാ ഏട്ടന് ഈ ആലോചന കൊള്ളാന്ന് തോന്നിയത്. ചെക്കൻ ബിയക്കാരനാ, വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക്. കാഴ്ചയ്ക്കും എടുക്കാൻ ഫോട്ടോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടായി. പക്ഷേ അവർ ചോദിക്കുന്ന ഇത്തിരി കൂടുതലാ. ഒരു 50 പവൻ കൊടുക്കേണ്ടി വരും. ഓ, ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണോ? കുടുംബത്തിന് നല്ല നിലയാ. സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല. അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം. മുഴുവനും നീ സഹിക്കണ്ട. ഒരു 10-15 പവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം. ആ, നോക്കട്ടെ. ഞാൻ ശോഭയോടൊന്ന് ആലോചിക്കട്ടെ. പറയാനുള്ള എന്താച്ചാ പറയേ. എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ? എന്താവശ്യം? എന്തോ ആയിക്കോട്ടെ. എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യം. തന്റെ ഡെപ്പോസിറ്റ് എനിക്ക് തരൂ. കാറു അങ്ങനെ ആണെങ്കിലോ? അതിന് ചോദിക്കാനുണ്ടോ? തരും. നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത്. എങ്കിലും എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. കാറ് വാങ്ങാനല്ല, സുധയുടെ കല്യാണത്തിനാ. അത് ശരി. അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്. അനീത്തിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണോ അല്ലേ? നാണല്ലല്ലോ ചോദിക്കാൻ. തന്നോട് ചോദിക്കാൻ എനിക്ക് നാണിക്കണോ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഏട്ടന്റെ. ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തൂടെ? സമ്പാദ്യോ? 10 പൈസ ഉണ്ടാവില്ല കയ്യില്. കണക്ക് തന്നിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെ മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ? എന്നിട്ട് സമ്പാദ്യമൊന്നും ഇല്ല. മനുഷ്യനാ ഇത്ര പാവാവരുത്. ഇത്ര ബുദ്ധിയൊക്കെ വേണം. എന്തോ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു. ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ. പിന്നെ ഒരു ഏട്ടൻ. എന്നെയും വിജയനെയും ഒക്കെ അവക്ക് എന്ത് വില? എന്തോ ആയിക്കോട്ടെ, അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ. ആ, അങ്ങനെ ഒരു ഗുണമുണ്ട്. കാശ് കൊടുത്താ തിരിച്ചു തരുമോ? തരാം, ഞാൻ തന്നോളാം. അത് വേണ്ട, നിങ്ങളുടെ ഏട്ടൻ തരണം. പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കൂടി ഓടണേ എന്നൊരു വിചാരമുണ്ട്. എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം.
അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട. അതൊക്കെ പറയാം. പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് കാശ് കൊടുക്കാലോ? ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം. അതൊക്കെ സമ്മതിപ്പിക്കാം. എനിക്ക് ഉറപ്പിച്ച് പറയാലോ? ഉം. പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം. സമ്മതിച്ചു എന്ന് പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു തന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഛേ, ഇത് വളരെ മോശമായി പോയി. ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. മാപ്പ്. ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലൊന്ന് ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം പറഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല. കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം. എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ട്. ഒളിഞ്ഞു നോട്ടം എല്ലാവർക്കും ഇത്തിരിയുണ്ട്. ആ കുട്ടികൾക്ക് വരെ. എന്താടി പറഞ്ഞേ? ഒളിഞ്ഞു നോക്കിയെന്നോ? ആരാടി ഒളിഞ്ഞു നോക്കിയേ? എന്നെ എടീന്ന് വിളിച്ചോണ്ടല്ലോ. നീ മിണ്ടരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്. ഞാൻ തിരിച്ചു തന്നോളാം. അത് തരാം. പക്ഷെ ഇതിനി ആവർത്തിക്കരുത്. ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത്. കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ. വേണ്ട. ശോഭ പറഞ്ഞ തെറ്റൊന്നുമില്ല. നമ്മൾ കാളയുടെയും പോത്തിന്റെയും കൂടെ കഴിയണവരാ. വിജയ, അപ്പോ ഏട്ടനവരോട് വരാൻ പറയട്ടെ. അവര് വന്നോട്ടെ. നമുക്കത് ഉടനെ നടത്താം. ഓ, സാരല്ലേ. എന്താ രാഘവൻ നേരൊന്നും മിണ്ടാത്ത? എന്താന്ന് വെച്ചാ പറയ്. 50 പവൻ കൊടുക്കാം. ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. നിങ്ങൾ ഏട്ടനും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തീരുമാനിച്ചോ എന്ന് പറഞ്ഞ എങ്ങനാ? വാ തുറന്ന് സംസാരിക്കരാകുന്നാരെ. കല്യാണം വലിയൊരു ആഘോഷാക്കണം എന്നില്ല ഞങ്ങൾക്ക്. കാരണം 2 കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. ഗുരുവായൂർ വെച്ച് കെട്ട് നടത്തുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരല്ല ചോറ് കൊടുക്കണം. അതും അവിടെ തന്നെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ. പോരെ? മതി, അത് മതി. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ അങ്ങ് നിശ്ചയിക്ക. എന്താ? അത് മതി. അപ്പൊ ഇനി എന്തപ്പോ ഉള്ളത്? സ്വർണത്തിന്റെ ആയി, മുഹൂർത്തായി, സദ്യയായി, ഇനി പോക്ക് വരവ്. അതെങ്ങനെയാ? അതൊക്കെ എന്താച്ചാ വിജയന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തീരുമാനിച്ചോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താനല്ലേ കുടുംബത്തെ കാരണവരെ. കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കല്യാണം നടത്തുന്ന വിജയനാ. അപ്പോ അവന്റെ തീരുമാനം. ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഞാൻ. എന്നാ വിജയം പറയ്. അതിപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് സമ്മതാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഏയ്, വിഷമൊന്നുമില്ല. നമുക്ക് അവളുടെ കല്യാണം നടന്നാ പോരെ? വല്യേട്ടൻ എന്താ പറ്റിയേ? ഒന്നുമില്ല. അല്ല, ഇങ്ങനെയല്ല എന്റെ വല്യേട്ടൻ. എന്റെ വല്യേട്ടൻ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല. നിനക്കിഷ്ടായോ ആളെ? നിന്നോടുള്ള വാക്ക് പാലിക്കണം. ഇതൊന്ന് നടന്നു കാണണം. പിന്നെ വലിയേട്ടൻ ഏത് പാതാളത്തിലേക്കും താഴാം. കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഉഴവ്. കല്യാണം എന്നും പറഞ്ഞ് ഉഴവ് നീട്ടിയാ അത് കഴിഞ്ഞാലും ഉണ്ണണ്ടേ? ഇപ്പൊ തന്നെ വൈകി. തുറന്നു കൊടുക്കണ്ടേ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. പെണ്ണിനെ ഇറക്കുമ്പോ 50 പവനുണ്ടോന്ന് നോക്കിയാ മതി. അതല്ല രാഘവനായരെ, ചെക്കന്റെ അമ്മാവനറിയാലോ, കാണിച്ചക്കാരനാ. തുറന്നു കൊടുക്കുമ്പോ അറിയിച്ച മൂപ്പർക്കും കൂടി പറഞ്ഞത്രേ. എന്നാണ് എവിടെ നിന്നാണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞു വരാൻ പറഞ്ഞിരിക്കും എന്നോട്. എന്താ അമ്മാവനും കമ്മീഷൻ വെച്ചിട്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട് ചോദിച്ചറിഞ്ഞു വരാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലെങ്കിൽ വന്നോട്ടെ.
അതൊരു താങ്ങാണല്ലോ രാമനായരെ. കാലം മാറിപ്പോയിനേ. മനസ്സനെ വിശ്വാസമില്ലാണ്ടായി. കൂടപ്പറപ്പനില്ല, പിന്നല്ലേ മനുഷ്യന്മാർക്ക്. അവിടെ അവിടെ വരും. കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഇപ്പൊ മനസ്സിലായോ? ഒരു കല്യാണം നടത്താന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് എല്ലാം കൂടെ എന്റെ തലയിലൊക്കെ കയറ്റണോ? എനിക്ക് വയ്യ. പറഞ്ഞ കാശ് ഞാൻ കൊടുക്കാം. കാശുണ്ടെങ്കിൽ പിന്നെ എന്താ, എല്ലാം നടക്കും. അതിനിപ്പോ ഒരു നടത്തിപ്പുകാരന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ നീ നടത്ത്, ദിവാകരനും ഉണ്ടല്ലോ. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ. മിണ്ടാണ്ടിരിക്കാമോ? ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോഴാണ് ഡിസ്കഷൻ. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കും മാലു. സുധന്തി അവള് കുളിക്കുക. കൊച്ചൂട്ടൻ വന്നിരുന്നു. സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ചന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തുകൂടെ? ഓ, എന്ന് വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ? എന്താ ശോഭേ? ശോഭേ, എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. നിനക്ക് മനസ്സിലായില്ലേ? കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. ഞാനത് സഹിച്ചോളുന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ട് ആയി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെയും ചെളിയുടെയും മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ. സുധേ, ശോഭ മീൻ ചെയ്തത്. എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസംഗിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളെ ഇട്ട് മറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാവോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കിടന്ന് ചാടുന്നത്? അവളുടെ കാശ് വേണോ എല്ലാവർക്കും. അവള് ചീത്ത. എന്ന് വെച്ച് എന്റെ വല്യേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെ കനിവ് വേണ്ട. ലാളിച്ച് അഹങ്കാരം കണ്ടോ? അത് പോട്ടെ, ശോഭ വിഷമിക്കണ്ട. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ആരല്ലേ മാലതിയെ? ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതായിരിക്കും. അതൊന്നും സാരല്ല. ഞാനാണ് വിശപ്പുകൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. എനിക്കിത് സഹിക്കാൻ വയ്യ. പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും, വായിക്ക് രുചി കൂടും, ചുണ്ടി കൂടും. ശ്രീകുട്ടിയെ ഗർഭണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളാ കാട്ടിക്കൂട്ടിയെ? അന്ന് നിന്റെ മണം പിടിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചന്ദനത്തൈലം പൂച്ചോളാ നീ. അന്ന് എനിക്ക് ഇവൾക്ക് ഗർഭമൊന്നുമില്ല. അഹങ്കാര. ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എങ്ങടെങ്കിലും മാറാം. ഒരു കൊച്ചു വീട് മതി. എന്താ മാലതി ഈ പറയണേ? പിന്നെ ഇവിടത്തെ കാര്യങ്ങൾക്ക് ആര് നോക്കും? ആര് നോക്കിയാലും കൊള്ളാം. ഓരോരുത്തർ അവകാശം പറഞ്ഞ് നിൽക്കണുണ്ടല്ലോ, വായിച്ചു കൊടുക്ക്. ഈ കുടുംബത്തെ 4 കുറ്റി, 4 അതിര്. ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. വേണ്ട മാലതി, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവാ? സഹിക്ക, നമുക്ക് ഭൂമിയോളം സഹിക്ക. സുധയുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി. നമുക്ക് ഒതുങ്ങിക്കൂടിയാ പോരെ? എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്.
അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവുമില്ല. ശോഭേ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതല്ല നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങളിപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കണേനൊരു അതിലുണ്ട്. പണം, അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും ശോഭേ? ഏട്ടനോട് ഞാനെന്ത് പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്. നിങ്ങളുടെ വില ഞാൻ കളയില്ല. എന്നോട് പറഞ്ഞതിന് എല്ലാവരും എന്റെ മുന്നിൽ വരണം. എന്തിനാ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഇന്ന് രാമായണം പോലും വായിച്ചില്ല. ഞാൻ ചോറ് വിളമ്പട്ടെ? ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ മതി, എല്ലാരെയും കഴിയട്ടെ. ഇനി അതാ ഇവിടുത്തെ പതിവ്. എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ശോഭയ്ക്ക് വലിയ വിഷമായി. ഓ, അത് സാരല്ല, ഞാനത് മറന്നു. സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു. കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു. വിവരമില്ലാതെ അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അത് സാരാക്കണ്ട. അധിക ദിവസം ഇല്ലാലോ ഇനി ആ ശല്യം. പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം. ശോഭയുടെ പണം കിട്ടുമെന്ന് തോന്നണില്ല. എന്താ നീ പറയണേ? ആകെ പ്രശ്നമായി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്ത് വഴി? ബുധനാഴ്ച സ്വർണ്ണം എടുക്കണ്ട. പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ. ഞാൻ എന്താ ചെയ്യാ? പണം എന്റെ അല്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ശോഭ സമ്മതിക്കണില്ല. എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവാ? ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണത് പോലെ ഇരിക്കും. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കേ? പിടിക്കണമെങ്കിൽ പിടിക്കണം. കാര്യം നടക്കണ്ടേ? അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങടാ താഴാ? വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്കാം. ഒറ്റ മാർഗമുള്ളൂ. സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക. എന്താ പറ്റോ? അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം. എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വകയായിട്ടൊരു സംഖ്യ അങ്ങോട്ട് തരാം. ഒരു 25,000 ഉറുപ്പ്യ. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്. പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ പറയും. മതിയടാ, നിർത്ത്. നീ മേലെ തച്ചുനാർക്കുണ്ടായ തന്നെയോടാ. ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്. ആരാ നില? നിന്റെയോ? നിനക്കെന്ത് നിലയുണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 ഉറുപ്പ്യ. നിന്റെ പെങ്ങക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. വിജയ, ഇങ്ങോട്ട് വാ. അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുപട്ടിയല്ലേ? വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കേ? എന്താ? എന്താടാ? എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ ഉണ്ടായേ? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയം പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ അത്ര കഴുതക്കാല് വേറെ ഇവിടെ.